പണം വരും. അതെ, പണം വരും. നമ്മുടെ ചിന്തയിൽ എപ്പോഴും തോന്നണതല്ലേ, എപ്പോഴാണ് ഞാൻ പൈസക്കാരനാകുക? എങ്ങനെയാണ് ധാരാളം പൈസ ഉണ്ടാക്കാൻ പറ്റുക? നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴാണ് നിറവേറുക? ഇങ്ങനെ കുറേ ചിന്തകളുണ്ടാവല്ലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചില മണി മാനിഫെസ്റ്റേഷൻ ഐഡിയകളെ കുറിച്ചാണ് കേട്ടോ. ഞാൻ മണി മാനിഫെസ്റ്റേഷനെ പറ്റി പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. യു ഹാവ് ടു ഡൂ ദിസ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു. സോ വാട്ട് ഡസ് മണി മാനിഫെസ്റ്റേഷൻ? അപ്പോൾ നമുക്ക് പൈസേനെ കുറിച്ച് ധാരാളം ചിന്തകൾ മൈൻഡിലുണ്ടല്ലേ. നമ്മളൊന്നും അത്ര പണക്കാരനാവില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് ആവശ്യമുള്ള പണം വരില്ല, അങ്ങനത്തെ ചിന്തകൾ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റിമൂവ് ഓൾ സച്ച് തോട്ട്സ്. നമ്മുടെ മൈൻഡിൽ നിന്ന് ആ ചിന്തകൾ വേരോടെ എടുത്ത് കളയണം. നമ്മൾ പൈസയുള്ള ആളായിട്ട് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ തോട്ടാണ്. അപ്പോൾ എല്ലാത്തിനും ബേസ് എന്താണ്? നമ്മുടെ ചിന്തകളാണ്. എപ്പോഴും മണീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പോവർട്ടി ആയിട്ടുള്ള ആ ഒരു ചിന്തയിൽ ഒരു എന്താ ഒന്നും ശരിയാവാത്ത ആ ചിന്ത മാറ്റിയാൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പൈസ ഒഴുകിയെത്തും. ഷുവറാണ് കേട്ടോ. ഇതിനിടയിൽ നമുക്ക് കുറച്ച് മണി അഫർമേഷൻസും കൂടി പറയാം. ഐ അട്രാക്ട് മണി ഈസിലി ആൻഡ് നാച്ചുറലി. ഇതൊരു സിമ്പിൾ അഫർമേഷനാണ്. ഞാൻ പൈസയെ ആകർഷിക്കുന്നു. സിമ്പിളായിട്ട്, അതുപോലെ തന്നെ നാച്ചുറലായിട്ട്, നമ്മളൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. പൈസ നമ്മളിലേക്ക് ഇഷ്ടം പോലെ വരുന്നു, ഒരു ഫ്ലോ ചെയ്യുന്നു. അത് മൈൻഡിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പറയാം. ഇത്തരം മണി അഫർമേഷൻസും വളരെ നല്ലതാണ്. അപ്പോൾ പൈസേനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വേണം. സോ വാട്ട് ഈസ് മണി എന്നുള്ളത് അതൊരു പോവർട്ടി ആയിട്ടുള്ള റിലേറ്റഡ് അല്ല. നമ്മളെപ്പോഴും അബണ്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ചിന്തയാണ് പൈസ എന്ന് പറയുന്നത്. സോ ഗെറ്റ് ക്ലിയർ വാട്ട് യു നീഡ് ടു സേ, വാട്ട് യു നീഡ് ടു തോട്ട്. ക്ലാരിറ്റിയാണ് ഫസ്റ്റ്, ദെൻ ഫിക്സ് യുവർ ബിലീഫ്. നമ്മൾ പറയാറില്ലേ മണി ഈസ് ഹാർഡ്, അതിനെ മാറ്റിയിട്ട് മണി കംസ് ത്രൂ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മളിലേക്ക് ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, അതിലൂടെ ധാരാളം പൈസ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് ചിന്ത വളർത്തിയെടുക്കുക. ആക്ട് ലൈക്ക് യുവർ സെൽഫ്, ലൈക്ക് യുവർ ഫ്യൂച്ചർ സെൽഫ്. നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ ഒരു സെൽഫ് ഉണ്ടാവുമല്ലോ, ഇപ്പോഴുള്ള നമ്മളല്ല, നമ്മൾ വരുന്ന ഒരു പൈസക്കാരനായിട്ട് നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് വരിക. സ്പെൻഡ് സ്മാർട്ടർ, ലേൺ സ്കിൽസ് ആൻഡ് ടേക്ക് ആക്ഷൻ. നമ്മളുടെ സ്പെൻഡിങ്ങിലേക്ക് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യണത് അതിനെക്കുറിച്ച് ക്വിക്കായിട്ടുള്ള, ഞാനൊരു ബിലീഫ് സിസ്റ്റത്തിന് മാത്രമല്ല പറയുന്നത്, നമ്മുടെ ഒരു ആക്ഷൻ, നമ്മുടെ ഒരു ലൈക്ക് വാട്ട് വി നീഡ് ടു ഡു ഇൻ ഡേ ടു ഡേ ലൈഫ്. നമ്മൾ പൈസനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പൈസനെ ആകർഷിക്കണെ പറ്റി ചിന്തിക്കും, മാനിഫെസ്റ്റേഷനെ പറ്റി ചിന്തിക്കും, അഫർമേഷനെ പറ്റി ചിന്തിക്കും. പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു, എത്രത്തോളം നമ്മളുടെ കയ്യിലേക്ക് പൈസ വരുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം. ദെൻ ഇത്തരം അഫർമേഷൻസും പറയുന്നത് ഒരുപാട് ബെനിഫിഷ്യലാണ് എന്ന് ഇപ്പോൾ തൊട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടല്ലേ. മണി ഫ്ലൂസ് ടു മീ ഇൻ എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് വേസ്. പൈസ എങ്ങനെയൊക്കെയാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയില്ല, പക്ഷെ പൈസ വരുന്നുണ്ട്. ആ ഒരു ബിലീഫ് സിസ്റ്റം നമ്മളിലേക്ക് ആ മണി കോൺഷ്യസ്നെസ്സിനെ കുറച്ചൊരു ഹൈ ലെവലിലേക്ക് ഉയർത്തും. ഐ എം ഓപ്പൺ ടു റിസീവിങ് അൺലിമിറ്റഡ് അബണ്ടൻസ്. പൈസ എന്ന് പറയുമ്പോൾ നോട്ടും കോയിൻസ് മാത്രമല്ലല്ലോ, അബണ്ടൻസ്, അബണ്ടൻറ്റ് ലിവിങ്, അതാണ് മണി കോൺഷ്യസ്നെസ് അല്ലേ. ഐ ഡിസേർവ് ഫിനാൻഷ്യൽ സക്സസ്. നമ്മളിലേക്ക് ധാരാളം പൈസയൊക്കെ വരുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സക്സസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല. സോ ഐ ഡിസേർവ് ഫിനാൻഷ്യൽ സക്സസ് എന്നുള്ളത് മൈൻഡിൽ നല്ല ബേസ് ആയിട്ട് ഉറപ്പിക്കാം. ഓപ്പർച്യൂണിറ്റീസ് ടു ഏൺ മണി കം ടു മീ എഫേർട്ട്ലെസ്ലി. പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് എഫേർട്ട്ലെസ് ആയിട്ട് വരുന്നു. ഐ ആം അലൈൻ വിത്ത് വെൽത്ത് ആൻഡ് പ്രോസ്പെറിറ്റി. ഞാൻ വെൽത്ത് ആൻഡ് പ്രോസ്പെറിറ്റിയോട് അലൈൻഡ് ആണ്. ഇത്തരം അഫർമേഷൻസ് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ അബണ്ടൻസ് തനിയേ വന്നോളും. മണി കംസ് ടു മീ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ കൂടെ മണി ധാരാളം വരുന്നതെന്ന് ഹാപ്പി ആയിട്ട് പറയാം. ധാരാളം പൈസ നമ്മളിലേക്ക് ഒഴുകിയെത്തും കേട്ടോ. ഐ ഹാൻഡിൽ മണി വൈസ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി. ഞാൻ പൈസേനെ ഹാൻഡിൽ ചെയ്യുന്നത് വൈസ്ലിയാണ്, നല്ല ബുദ്ധിപൂർവമായിട്ടാണ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി ഐ ഹാവ് ആൻഡ് ദ മണി ഓൺ ഇറ്റ്സ് വേ. നമ്മളിപ്പോൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള പൈസയ്ക്കും ഇനി നമ്മളിലേക്ക് വരുന്ന പൈസയ്ക്കും കൂടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആ ഒരു താങ്ക്സും കൂടി ഇപ്പോൾ പറയണം. മൈ ഇൻകം ഈസ് കോൺസ്റ്റൻ്റ്ലി ഇൻക്രീസിങ്. എൻ്റെ ഇൻകം വാട്ട് എവർ വേസ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള മണിയും നമ്മുടെ സൈഡ് ബിസിനസ്, സൈഡ് ഹസിൽസിലൂടെ കിട്ടുന്ന പൈസയും എല്ലാം നമുക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫീലോട് കൂടി പറയാം. ഇത്തരം മണി അഫർമേഷൻസ് ബിഫോർ യു സ്ലീപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണി ഫ്ലോ അബണ്ടൻ്റ് ആയിട്ട് ലൈഫിൽ വരുമെന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമൻറ്റ് ഐ ആം റെഡി. ആൻഡ് ഇഫ് യു വാണ്ട് മീ ടു ഡു സച്ച് വീഡിയോസ്, ജസ്റ്റ് ടെൽ me in comments, Ajita, I want some more tips to attract money or attract abundance.
Thank you for listening to me. I hope this is helpful for you.